നമസ്കാരം കൂട്ടുകാരെ, നോ ചാനലിലേക്ക് ഏവർക്കും ആർദ്രമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോ കേരളത്തിനെ പറ്റിയാണ്. ഓരോ മലയാളികളും തീർച്ചയായി അറിയേണ്ട കാര്യങ്ങൾ, അഭിമാനിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. നമ്പർ 1, കേരളം ജോഗ്രഫിക്കൽ റിസർച്ച് അനുസരിച്ച് ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ് അറിയപ്പെടുന്നത്. ഗോഡ്സ് ഓൺ കൺട്രി അല്ലെങ്കിൽ ദൈവത്തിന്റെ നാട് എന്ന് അറിയപ്പെടാൻ കാരണം ഹൈന്ദവ വിശ്വാസ പ്രകാരം ശ്രീമൻ നാരായണന്റെ 6ാമത്തെ അവതാരമായ പരശുരാമൻ മഴു കടലിൽ എറിഞ്ഞ് സൃഷ്ടിച്ച ഒരു തുരുത്താണ് കേരളം. കൂടാതെ നാനാജാതിക്കാർ, ഹിന്ദു, ക്രിസ്ത്യൻസ്, മുസ്ലിംസ് മറ്റു പലരും വളരെ ഐക്യത്തോടെ കൂടി ജീവിക്കുന്ന നാടാണ് കേരളം. അതിൽ ഇന്നത്തെ അപ്ഡേറ്റ് പ്രകാരം 54.73% ഹിന്ദുക്കൾ, 18.38% ക്രിസ്ത്യൻസ്, 26.56% മുസ്ലിംസ്, 0.33% മറ്റ് അന്യജാതിക്കാർ ആണ് കേരളത്തിൽ വസിക്കുന്നത്. കൂടാതെ ലോകത്തെ ഏറ്റവും സമ്പന്നമായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം തിരുവനന്തപുരം കേരളത്തിന്റെ തലസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. ജടായു എർത്ത് സെന്റർ, ജടായു നേച്ചർ പാർക്ക് അല്ലെങ്കിൽ ജടായു റോക്ക് എന്ന് അറിയപ്പെടുന്ന ജടായു എർത്ത് സെന്റർ ഭൂമിയുടെ നടിഭാഗം ഇന്ത്യയിലെ കേരളത്തിലെ കൊല്ലം ജില്ലയിലെ ചടയമംഗലത്തുള്ള പാർക്കും ടൂറിസ്റ്റ് കേന്ദ്രവുമാണ്. ശരാശരി സമുദ്രനിരപ്പിൽ നിന്ന് 350 മീറ്റർ ഉയരത്തിലാണ് ഇത് നിലകൊള്ളുന്നത്. ഇത് 61 മീറ്റർ, അതായത് 200 അടി വീതിയുള്ള ജടായു പ്രതിമയാണ്. വേൾഡ് ഗിന്നീസ് ബുക്കിൽ ലോകത്തെ ഏറ്റവും വലിയ ജടായു പ്രതിമയ്ക്കുള്ള സ്ഥാനവും നേടിയിട്ടുണ്ട്. ജടായു നമ്മളെ രാമായണം ഓർമ്മപ്പെടുത്തുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ ക്രിസ്ത്യൻ പള്ളി മാർത്തോമ സൈറോ മലബാർ കാത്തലിക് ചർച്ച് മുസ്രീസ് ഇന്നത്തെ കൊടുങ്ങല്ലൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 52 AD ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ പള്ളി ലേഡി ഓഫ് ഡൊക്കലോസ് ബാക്സില തൃശൂരിലെ പുത്തൻ പള്ളിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ ഗോപുര പൊക്കം 79 മീറ്റർ. ഈ പള്ളിക്ക് 3 ഗോപുരങ്ങൾ ഉണ്ട്. സെപ്റ്റംബറിലാണ് ഇവിടുത്തെ ആഘോഷം. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളി ചേരമാൻ ജുമാ മസ്ജിദ് കൊടുങ്ങല്ലൂർ തൃശൂർ ആണ് സ്ഥിതി ചെയ്യുന്നത്. ഈ പള്ളി മലിക് ബിൻ ദിനാർ 629 പൊതുയുഗത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. നമ്പർ 2, ക്വാളിറ്റി ഓഫ് ലൈഫ്. ലോക ഐക്യരാഷ്ട്രസഭ ലോകത്ത് ജീവിക്കാൻ മനുഷ്യർക്ക് പറ്റിയ സ്ഥലങ്ങളെ പറ്റി ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി. ക്വാളിറ്റി ഓഫ് ലൈഫിന്റെ അടിസ്ഥാനത്തിൽ ആ നാടിന്റെ ആരോഗ്യം, ആയുസ്, വിദ്യാഭ്യാസം മുതലായ വുമൺ ഡെവലപ്മെന്റ് ഇൻഡെക്സ് അടിസ്ഥാനപ്പെടുത്തി ലോകരാജ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 132. പക്ഷേ അതേ ഐക്യരാഷ്ട്രസഭ പറഞ്ഞു ഇന്ത്യയിൽ കേരളം എന്നൊരു നാടുണ്ട്. ആ നാടിന്റെ വുമൺ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, അതായത് ആരോഗ്യം, ആയുസ്, വിദ്യാഭ്യാസം അമേരിക്കയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കും തുല്യമാണ്. ക്വാളിറ്റി ഓഫ് ലൈഫിന്റെ കാര്യത്തിൽ കേരളം വേൾഡ് സ്റ്റാൻഡേർഡിന് ഒപ്പമാണ്. നമ്പർ 3, ക്വാളിറ്റി ഓഫ് ഡെത്ത്. ഐക്യരാഷ്ട്രസഭ മനുഷ്യന് സമാധാനമായിട്ട് മരിക്കാൻ പറ്റിയ അന്തരീക്ഷത്തിനെ പറ്റി ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി. ആ റാങ്ക് ലിസ്റ്റിൽ ക്വാളിറ്റി ഓഫ് ലൈഫിൽ 132ാം സ്ഥാനമായിരുന്ന ഇന്ത്യയുടെ സ്ഥാനം യുഗാണ്ടയ്ക്കും പിന്നിലായി 164ാം സ്ഥാനത്തിലേക്ക് തള്ളി. അപ്പോൾ ആ റിസർച്ചിൽ ഉള്ള ഉദ്യോഗസ്ഥരും പറഞ്ഞു ഇന്ത്യയിൽ കേരളം എന്നൊരു നാടുണ്ട്. അവിടുത്തെ ക്വാളിറ്റി ഓഫ് ഡെത്തിന്റെ സ്റ്റാൻഡേർഡ് അമേരിക്കയ്ക്കും യൂറോപ്പിനും ഒപ്പമാണ്. കാരണം ഇന്ത്യയിലുള്ള 3 പാലിയേറ്റീവ് ഹെൽത്ത് കെയർ സെന്ററിൽ 2 ആ കൊച്ചു സംസ്ഥാനമായ കേരളത്തിൽ ആണ്. ഇന്നത്തെ അപ്ഡേറ്റ് പ്രകാരം കേരളത്തിലെ എല്ലാ ജില്ലയിലും പാലിയേറ്റീവ് ഹെൽത്ത് കെയർ സെന്ററുകൾ ഉണ്ട്. നമ്പർ 4, ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ്.
ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് അനുസരിച്ച് ഇന്ത്യയിൽ 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ 30 കൂടുതൽ കുഞ്ഞുങ്ങൾ മരണപ്പെട്ടു പോകുന്നു. പക്ഷേ കേരളത്തിൽ 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ 6 കുഞ്ഞുങ്ങൾ മരണപ്പെടുന്നു. ആ കാര്യത്തിലും കേരളം മറ്റ് വികസിത രാജ്യമായ അമേരിക്കയ്ക്കും യൂറോപ്പിനും ഒപ്പമാണ്. അതായത് ഇന്ത്യയുടെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് 30 ആണെങ്കിൽ കേരളത്തിന്റെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് 6 ആണ്. മറ്റുള്ള സ്റ്റാൻഡേർഡ് രാജ്യങ്ങൾക്ക് ഒപ്പം തന്നെയാണ്. നമ്പർ 5, വുമൺ ഓവർകമ്മിങ് മെൻ. കേരളത്തിൽ ആണിനേക്കാളും കൂടുതൽ പെണ്ണുങ്ങളുണ്ട്. അതായത് 1000 ആണുങ്ങൾക്ക് 1080 പെണ്ണുങ്ങൾ. മറ്റുള്ള വികസിത രാജ്യങ്ങളിലും ഇത് തന്നെയാണ് കണക്ക്. ആണുങ്ങൾ പെണ്ണുങ്ങളെക്കാൾ കുറവാണ്. പക്ഷേ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ അങ്ങനെയല്ല. 1000 ആണുങ്ങൾക്ക് വെറും 980 സ്ത്രീകൾ ഉള്ളൂ. കാരണം അവരുടെ ഇടുങ്ങിയ ചിന്താഗതി മൂലമാണത്. ഒന്നില്ലെങ്കിൽ ഒരു ആൺകുട്ടി ജനിച്ചാൽ ഉടനെ പ്രസവം നിർത്തും, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ആണ് ജനിക്കുന്ന അത് അപ്പോൾ തന്നെ ഇല്ലായ്മ ചെയ്തു കളയും. വുമൺ ഓവർകമ്മിങ് മെൻ. ഈ കാര്യത്തിലും കേരളം മറ്റ് ഡെവലപ്ഡ് കൺട്രീസ് ആയ അമേരിക്കയും യൂറോപ്പിനും ഒപ്പമാണ്. നമ്പർ 6, ലാൻഡ് ഓഫ് ആയുർവേദ. ആയുർവേദത്തിന്റെ നാടാണ് കേരളം. മനസ്സിന്റെയും ആത്മാവിന്റെയും സമന്വയത്തിന് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ആരോഗ്യ പരിപാലന സംവിധാനം. ഈ ഒരു ചികിത്സ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഹലോ കൂട്ടുകാരെ, ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ അമർത്തുക. നമ്പർ 7, ലൈഫ് എക്സ്പെക്ടേഷൻ. ആവറേജ് ഏജ് ഇൻ കേരള. കേരളത്തിൽ ഒരു മനുഷ്യന്റെ ശരാശരി ആയു എത്രയാണെന്നാണ്. ആണുങ്ങളുടെ 72 വയസ്സും പെണ്ണുങ്ങൾക്ക് 78 വയസ്സ് ആണ് ശരാശരി പ്രായം. ആയുസിന്റെ കാര്യത്തിലും കേരളം അമേരിക്കയ്ക്കും യൂറോപ്പിനും ഒപ്പം തന്നെയാണ്. നമ്പർ 8, 100% ലിറ്ററസി. സാധാരണ രീതിയിൽ പറയുമ്പോൾ 100% സാക്ഷരത ഉള്ള സംസ്ഥാനം കേരളം മാത്രമാണ് ഇന്ത്യയിൽ. പക്ഷേ ആണുങ്ങളുടെ കാര്യത്തിൽ അത് അത്ര ശരിയല്ല. സ്ത്രീകളുടെ കാര്യത്തിൽ 100% സാക്ഷരത ഉറപ്പ് തന്നെ. ഇന്നത്തെ അപ്ഡേറ്റ് പ്രകാരം കേരളം 94% സാക്ഷരത ഉള്ള നാടാണ്. കേരളത്തിലെ എല്ലാ ഗ്രാമത്തിലും സ്കൂൾ സംവിധാനങ്ങളുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും കടുപ്പമുള്ള ഭാഷയും മലയാളം തന്നെയാണ്. മലയാളികൾ ഇംഗ്ലീഷും നല്ലവണ്ണം സംസാരിക്കും. മലയാളികളുടെ ഇംഗ്ലീഷ് സംസാരത്തിന് അവരുടെ ഒരു ശൈലിയും സ്ഫുടതയും ഉണ്ട്. മറ്റുള്ളവരുടെ ഇംഗ്ലീഷ് സംസാരത്തെക്കാൾ അത് വ്യത്യസ്തമാണ്. നമ്പർ 9, ഹെൽത്ത് കെയർ. ആരോഗ്യ സംരക്ഷണം. കേരളത്തിലെ എല്ലാ ചെറിയ ഗ്രാമത്തിൽ വരെ ഗവൺമെന്റ് ഡിസ്പെൻസറീസ്, ആധുനിക ടെക്നിക്കുകൾ ഉള്ള ആശുപത്രികൾ, ഹെൽത്ത് സെന്റേഴ്സ്, വിദഗ്ധരായ ഡോക്ടർമാർ സേവനം ഉണ്ട്. കൂടാതെ ലോകത്തെ ഏത് കോണിലുള്ള ആശുപത്രിയിലും വിദഗ്ധമായ മലയാളി ഡോക്ടർമാരും വിദഗ്ധമായ മലയാളി നഴ്സുമാരും ഉണ്ട്. ഉറപ്പ് തന്നെയല്ലേ അത്. നമ്പർ 10, പാസ്പോർട്ട്. ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും ഏറ്റവും കൂടുതൽ പാസ്പോർട്ട് ഉള്ള ജനങ്ങൾ കേരളത്തിലാണ് വസിക്കുന്നത്. കാരണം ഭൂരിപക്ഷം മലയാളികൾ കുവൈറ്റിലോ സൗദിയിലോ അമേരിക്കയിലോ ലണ്ടനിലോ ആണ് ജോലി ചെയ്യുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ കേരളം പ്രവാസികളുടെ നാടാണ്. നമ്പർ 11, മോസ്റ്റ് ഇന്റർനാഷണൽ എയർപോർട്ട്. ഇന്ത്യയിൽ 4 അന്താരാഷ്ട്ര വിമാനത്താവളമുള്ള ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. ഒന്നാമത്തത് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട്, വേൾഡ്സ് ഫസ്റ്റ് ഫുള്ളി സോളാർ പവർഡ് എയർപോർട്ട്, CIAL പറഞ്ഞാൽ ലോകത്തെ ആദ്യത്തെ സോളാർ പവർ എയർപോർട്ട് ആണ്. രണ്ടാമത്തെ തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ട്, മൂന്നാമത്തെ കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട്, നാലാമത്തെ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട്. നമ്പർ 12, ഫോറിൻ റെമിറ്റൻസ്. ഏറ്റവും കൂടുതൽ വിദേശ നാണയം
ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന സംസ്ഥാനം കേരളമാണ്. കേരളം പ്രവാസികളുടെ നാടാണ്. നമ്പർ 13, ബിലോ പവർട്ടി ലൈൻ, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആൾക്കാർ കേരള സംസ്ഥാനത്തിൽ ഏറ്റവും കുറവാണ്. ഇത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കേരളത്തിൽ ഭിക്ഷാടനം ചെയ്യുന്ന ജനങ്ങൾ അന്യ സംസ്ഥാനക്കാർ ആണ്. നമ്പർ 14, ടോയ്ലറ്റ് ഓപ്പൺ ഡെഫിക്കേഷൻ ഏറ്റവും കുറവുള്ള നാട് കേരളമാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ തുറസ്ഥലത്ത് കാര്യം സാധിക്കുന്ന ജനങ്ങൾ കേരളത്തിൽ ഇല്ല. നമ്പർ 15, ഇലക്ട്രിസിറ്റി 99% വൈദ്യുതി കണക്ഷൻ ഉള്ള ഒരു സംസ്ഥാനം കേരളം മാത്രമാണ് ഇന്ത്യയിൽ. നമ്പർ 16, മൊബൈൽ ഫോൺസ് 100% മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ജനങ്ങൾ കേരള സംസ്ഥാനത്തിൽ മാത്രമുള്ളൂ ഇന്ത്യയിൽ. നമ്പർ 17, ഇന്റർനെറ്റ് കണക്ടിവിറ്റി 75% ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉള്ള സംസ്ഥാനം കേരളമാണ്. അതിനാൽ പ്രസിഡന്റ് പ്രണവ് മുഖർജി കേരളത്തെ ആദ്യത്തെ ഡിജിറ്റൽ സ്റ്റേറ്റ് എന്ന് പ്രഖ്യാപിച്ചത്. നമ്പർ 18, ഡെയിലി വേജസ്, ഒരു കൂലിപ്പണിക്കാരന് കൂലി ഏറ്റവും കൂടുതൽ ഉള്ള നാട് കേരളമാണ്. ഇവിടെ ശരാശരി 1000 രൂപ ഒരു കൂലിപ്പണിക്കാരന് കിട്ടുമ്പോൾ അന്യ സംസ്ഥാനത്തിൽ കൂലിപ്പണിക്കാർക്ക് ഇതിന്റെ നേർപകുതി പോലുമില്ല. നമ്പർ 19, നോ റിലീജിയസ് ഡിഫറൻസ്, ജാതി മതഭേദ വ്യത്യാസം ഇല്ലാത്ത ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. അതിനാൽ അന്യ സംസ്ഥാനത്തിലുള്ള തൊഴിലാളികൾ, താഴ്ന്ന ജാതിക്കാർ ഇവിടെ വന്ന് ജോലി എടുക്കുന്നു അഭിമാനത്തോടെ. ഏകദേശം 3 മില്യൺ എതിർ സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ വന്ന് ജീവിതവും സമാധാനവും കണ്ടെത്തുന്നു. ഒരു ജാതി മത വ്യത്യാസം ഇല്ലാതെ എല്ലാ അനുഷ്ഠാനങ്ങളും അനുഷ്ഠിച്ച് 41 ദിവസത്തെ വ്രതമെടുത്ത് കറുപ്പും ഉടുത്ത് കെട്ടും കെട്ടി വാവരപ്പള്ളിയിൽ കയറി പേട്ടത്തുള്ളി ചെല്ലാവുന്ന ഒരു അമ്പലമുണ്ട് കേരളത്തിൽ. അതാണ് ശ്രീ അയ്യപ്പസ്വാമി ശാസ്താവിരിക്കും ശബരിമല. എല്ലാ കൊല്ലവും കോടാനിക്കോടി ജനങ്ങൾ വന്ന് തൊഴുന്ന ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് പെരുന്നാട് ഗ്രാമത്തിൽ, റാണി താലൂക്ക, പത്തനംതിട്ട ജില്ലയിലാണ്. കൂടാതെ വർഷത്തിൽ 2 ആഘോഷങ്ങൾ, വിഷു മലയാളികളുടെ പുതുവർഷം, പിന്നെ മാവേലി മന്നന്റെ ഓർമ്മയ്ക്കായി ഓണ ആഘോഷം. ഈ 2 ആഘോഷങ്ങൾ എല്ലാ മതസ്ഥരും ഒരുപോലെ കൊണ്ടാടുന്നു. ഇങ്ങനെയൊക്കെ കേരളത്തിൽ മാത്രമുള്ളൂ. അതാണ് കേരള നാട്. നമ്പർ 20, ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി, ട്രാൻസ്ജെൻഡർക്കാരും മനുഷ്യന്മാർ ആണെന്ന് എന്നവകാശപ്പെട്ട ആദ്യത്തെ സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി ട്രാൻസ്ജെൻഡർ പോളിസി തുടങ്ങിയ സംസ്ഥാനം കേരളം ആണ്. നമ്പർ 21, ഹാപ്പിനെസ് ഇൻഡെക്സ്, ഹാപ്പിനെസ് ഇൻഡെക്സിലും കേരളം 1ാം സ്ഥാനത്ത് തന്നെയാണ്. എപ്പോഴും ആഘോഷവും ഉത്സവവും സന്തോഷം ഉള്ള നാട്. നമ്പർ 22, സോഷ്യലി ഡെവലപ്ഡ് സ്റ്റേറ്റ്, പരസ്പര സഹായ ഉള്ള ജനങ്ങൾ. എല്ലാവിധ മേഖലയിലും ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയ ഒരേ സംസ്ഥാനം കേരളം മാത്രമാണ്. സോഷ്യലി ഡെവലപ്ഡ് സ്റ്റേറ്റിനുള്ള BBC സർട്ടിഫിക്കറ്റ് ലഭിച്ച ഒരേ സംസ്ഥാനം കേരളമാണ്. നമ്പർ 23, യൂത്ത് ഫെസ്റ്റിവൽ, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൗമാരക്കാരുടെ കലോത്സവം ഉള്ള നാട് ആണ് കേരള നാട്. നമ്പർ 24, ബേബി ഫ്രണ്ട്ലി സ്റ്റേറ്റ്, ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും മുലയൂട്ടുന്ന അമ്മമാർ ഉള്ള നാട്. ആയതിനാൽ ബേബി ഫ്രണ്ട്ലി സ്റ്റേറ്റ് എന്ന സർട്ടിഫിക്കറ്റ് യുനെസ്കോ നൽകിയ നാട് നമ്മുടെ കേരള നാട്. നമ്പർ 25, ജ്വല്ലറി ഷോപ്പ്, ഏറ്റവും കൂടുതൽ സ്വർണ്ണാഭരണ കടകൾ ഉള്ള നാട്. ഏറ്റവും കൂടുതൽ സ്വർണം ഉപയോഗിക്കുന്ന ജനങ്ങളുള്ള നാട്. മലബാർ ഗോൾഡ് പോലെ വലിയ സ്വർണ്ണ ഉടമമാരുടെ തലസ്ഥാന കടകളുള്ള നാട്. നമ്പർ 26, ലക്സറി ഹൗസസ്, ഏറ്റവും കൂടുതൽ ആഡംബര വീടുകൾ ഉള്ള നാട്. ഒന്നിനൊന്ന് മെച്ചമായ വീടുകൾ പണിയാൻ കേരളത്തിൽ മത്സരമാണ്. സുഹൃത്തുക്കളെ, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ അടുത്ത വീഡിയോ കേരളത്തിലെ വെള്ളച്ചാട്ടങ്ങൾ.
Number 27. World's ഷോർട്ടസ്റ്റ് കൗ. ലോകത്തെ ഏറ്റവും ചെറിയ പശു ആയമാണിക്യൻ നമ്മുടെ കേരളത്തിൽ വെച്ചൂർ എന്ന ഇനത്തിൽപ്പെട്ടതാണ്. ഉയരം 61.1 സെന്റിമീറ്റർ, ഭാരം 40 കിലോഗ്രാം. ലോകത്തെ ഏറ്റവും ചെറിയ പശു എന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് ബുക്കിൽ ഇടം നേടിയ പശു ആണ് ഇത്. നമ്പർ 28. ട്വയിൻ വില്ലേജ്. ഇരട്ടക്കുട്ടികളുടെ ഗ്രാമം. ഇത് മലപ്പുറം ജില്ലയിൽ കോടനി ഗ്രാമത്തിലാണ് 220 ജോഡി ഇരട്ടക്കുട്ടികൾ ഉള്ളത്. ഈ ഗ്രാമത്തിൽ സംഭവിക്കുന്ന വിചിത്രമായ സംഭവത്തിനെ പരീക്ഷിക്കാൻ പല ദിവസത്തുനിന്ന് പല ഗവേഷകർ വന്ന് ഗവേഷണം ചെയ്തു. എന്നാലും ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു, ഇത് ഇന്ന് വരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ യഥാർത്ഥ കാരണം ഇന്ന് വരെ അറിയാൻ പറ്റിയിട്ടുമില്ല. നമ്പർ 29. വേൾഡ്സ് നമ്പർ 1 റബ്ബർ പ്രൊഡ്യൂസർ. കേരളം റബ്ബർ നിർമ്മാണത്തിൽ ലോകത്ത് തന്നെ 1-ാം സ്ഥാനത്താണ്. ഇന്ത്യയുടെ 80% റബ്ബർ കേരളത്തിൽ തന്നെയാണ് നിർമ്മിക്കുന്നത്. നമ്പർ 30. ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ഇന്ത്യയുടെ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സെന്റ് ഫ്രാൻസിസ് ചർച്ച് സ്കൂൾ കൊച്ചിയിലാണ് 1817 സ്ഥാപിച്ചത്. ഇത് ബ്രിട്ടീഷ് പട്ടാളക്കാർക്ക് വിദ്യാഭ്യാസം നൽകാൻ സ്ഥാപിച്ച സ്കൂൾ ആണ്. നമ്പർ 31. ഫസ്റ്റ് ബട്ടർഫ്ലൈ പാർക്ക്. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് കൊല്ലം ജില്ലയിൽ തേന്മല ഗ്രാമത്തിലാണ്. നമ്പർ 32. ഫസ്റ്റ് ഇലക്ട്രോണിക് വോട്ടിംഗ്. ഇന്ത്യയുടെ തന്നെ ആദ്യത്തെ ഇലക്ട്രോണിക് വോട്ടിംഗ് നടന്നത് വടക്കൻ പറവൂരിൽ 1982 നമ്പർ 33. വേൾഡ്സ് ബെസ്റ്റ് ഡ്രൈവിംഗ് ബീച്ച്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ച്. കേരളത്തിൽ മുഴപ്പിലങ്ങാടി ബീച്ച് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ബീച്ചിന്റെ നീളം ഏകദേശം 5.5 കിലോമീറ്റർ ആണ്. BBC പ്രകാരം ലോകത്തെ 6 ബെസ്റ്റ് ബീച്ചിൽ ഒന്നാണിത്. നമ്പർ 34. ഹയസ്റ്റ് പീക്സ് ഓഫ് വെസ്റ്റേൺ ഗാട്സ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയർന്ന കൊടിമുടികൾ ആനമുടി കേരളത്തിന്റെ അഭിമാനമാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഉപദ്വീപും ആണ്. സമുദ്രനിരപ്പിൽ നിന്ന് 8842 അടി, അതായത് 2695 മീറ്റർ. സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിൽ. നമ്പർ 35. ഓൾഡസ്റ്റ് ടീക്ക് ട്രീ. ഏകദേശം 460 കൊല്ലം തീക്കൂടിൽ പഴക്കമുള്ള തേക്ക് മരം സ്ഥിതി ചെയ്യുന്നത് പറമ്പിക്കുളം ടൈഗർ റിസർവ് പാലക്കാട്. 2011 വിവരങ്ങൾ ശേഖരിച്ച അനുസരിച്ച് ഈ തേക്ക് മരത്തിന്റെ പൊക്കം 40 മീറ്റർ, വണ്ണം 7 മീറ്റർ ആണ്. ഈ തേക്ക് മരത്തിന്റെ പേര് കന്നിമാരി എന്നാണ്. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തേക്ക് മരമാണ്. അതും കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്പർ 36. വേൾഡ്സ് ഹയസ്റ്റ് ടീ പ്ലാന്റേഷൻ. കൊലുക്കുമലായ് ടീ പ്ലാന്റേഷൻ ഏറ്റവും പൊക്കത്ത് ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ചായലത്തോട്ടം. അത് കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ബോർഡറിൽ വരുന്നു. അത് ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്പർ 37. വേൾഡ്സ് ലാർജസ്റ്റ് ടീക്ക് പ്ലാന്റേഷൻ. ലോകത്തെ തന്നെ ഏറ്റവും പഴക്കമേറിയും ഏറ്റവും വലിയ തേക്ക് മര കൃഷി സ്ഥിതി ചെയ്യുന്നതും കേരളത്തിൽ നിലമ്പൂരിൽ മലപ്പുറം ജില്ലയിൽ. ഈ തേക്ക് മരങ്ങൾ ക്വാളിറ്റിയിൽ ഏറ്റവും ഉത്തമമായതുകൊണ്ട് കേരളത്തിൽ നിന്ന് 8000 കിലോമീറ്റർ ദൂരെ വരെ സഞ്ചരിച്ച് റോൾസ് റോയൽ പ്ലാന്റ് ഗുഡ്വുഡ് ഇംഗ്ലണ്ട് എന്ന രാജ്യത്ത് എത്തിച്ചേരുന്നു. ഈ മരങ്ങൾ റോൾസ് റോയ്സ് എന്ന കാറുകളുടെ വിവിധ ഭാഗങ്ങൾ ആയ വീലേഴ്സും ഡാഷ്ബോർഡും പണിയാൻ ഉപയോഗിക്കുന്നു. നല്ല വിദഗ്ധരായ മരപ്പണിക്കാർ ഇതിനെ കാറിന്റെ പല ഭാഗങ്ങൾ ആയി രൂപപ്പെടുത്തി മാറ്റുന്നു. റോൾസ് റോയ്സ് എന്ന ആഡംബര കാറുകൾ അവരുടെ മരപ്പണി കൊത്തുപണിക്കും ലോകപ്രസിദ്ധമാണ്. ഇതാണ് കനോലി ടീക്ക് പ്ലാന്റേഷൻ. നമ്പർ 38. എലിഫന്റ് ലവേഴ്സ്. ഏറ്റവും കൂടുതൽ ആനപ്രേമികൾ ഉള്ള നാടാണ് കേരളം. ഏതു ഉത്സവത്തിനും ആഘോഷത്തിനും ആനകൾ തീർച്ചയായി ഉണ്ടാവും. ആനപ്രേമികളുടെ അല്ല, ആനപ്രാന്തന്മാരുടെ നാടാണ് കേരളം.
നമ്പർ 39 യൂണിക് ഇൻ കേരള. കേരളത്തിന് മാത്രം സ്വന്തമായി അവകാശപ്പെടാൻ 44 പുഴകൾ, 27 വെള്ളച്ചാട്ടങ്ങൾ, 14 വന്യജീവി സങ്കേതങ്ങൾ, കൂടാതെ എവിടെയും നിറഞ്ഞു പച്ചപ്പിടിപ്പിക്കുന്ന തെങ്ങും തോപ്പുകൾ, അതായത് കൽപ്പവൃക്ഷം, നാളികേരത്തിന്റെ നാട്. പിന്നെ വേലൂർ മക്കനും അരിക്കൊമ്പനും ചക്കക്കൊമ്പനും എല്ലാവർക്കും സ്വൈരവിഹാരം ഇടതോർന്ന് നടത്താൻ 9400 കിലോമീറ്റർ വനങ്ങളും ഉള്ള നാടാണ് കേരളം. കുളങ്ങളുടെ നാട്, ചിറകളുടെ നാട്, പ്രകൃതി മനോഹര ഭംഗിയുള്ള പല മനോഹര കാഴ്ചകളുള്ള നാട്, കുട്ടനാട്, വള്ളംകളിയുടെ നാട്, പൂരങ്ങളിൽ പൂരമായ തൃശൂർ പൂരത്തിന്റെ നാട്, നെന്മാറ വേല, പാവർട്ടി പെരുന്നാളും ചന്ദനക്കുടവും, കൊടുങ്ങല്ലൂർ താലപ്പൊലിയും കൊടുങ്ങല്ലൂർ ഭരണിയും, തെയ്യങ്ങളുടെയും തെരകളുടെയും കഥകളിയുടെയും നാട്. ഇനി എന്തെല്ലാം വിശേഷങ്ങൾ ഇനിയും പറയാൻ കിടക്കുന്നു. ഇതുകൂടാതെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാട്, സുഗന്ധവ്യഞ്ജനങ്ങളുടെ മൂലസ്ഥാനമാണ് കേരളം. ആയതിനാൽ പുരാണകാലം മുതൽ കേരളം വ്യാപാരികളുടെ ആകർഷണ കേന്ദ്രമായിരുന്നു. ഓണമായാലും വിഷുവായാലും ക്രിസ്മസ് ആയാലും ഈസ്റ്റർ ആയാലും, ജനനമായാലും മരണമായാലും ദുഃഖമായാലും സന്തോഷമായാലും കള്ളു കുടിച്ച് ആഘോഷിക്കുന്ന ഏറ്റവും കൂടുതൽ കള്ളുകുടിയന്മാരുള്ള നാട് അതാണ് കേരള നാട്. നമ്പർ 40 മൺസൂൺ ഇൻ കേരള. ഇന്ത്യയിൽ കേരള സംസ്ഥാനത്ത് ആണ് ഏറ്റവും ആദ്യം മഴ പെയ്യുന്നത്. അപ്പോൾ മഴയുടെയും വെള്ളത്തിലെ കാര്യത്തിലും കേരളം തന്നെയാണ് ഫസ്റ്റ്. ലോകത്ത് മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് ഒരു തവണയെങ്കിലും കണ്ടിരിക്കേണ്ട ടോപ്പ് 10 ഡെസ്റ്റിനേഷനിൽ ഒന്ന് എന്ന് നാഷണൽ ജോഗ്രഫിക്കൽ ചാനൽ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിന്റെ നാട് ആണ് കേരളം. കേരളത്തിനെ കുറിച്ച് അഭിമാനാർത്ഥം ഉള്ള വസ്തുതകൾ കൂടുതൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ പ്ലീസ് കമന്റ് ചെയ്യുക. നിങ്ങൾ ഒരു യഥാർത്ഥ മലയാളി ആണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായ മലയാളികൾക്കും ഇത് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു നാഴിയിടങ്ങാഴി മണ്ണുണ്ട്, നാഴിയിടങ്ങാഴി മണ്ണുണ്ട്, അതിൽ നാരായണ കിളിക്കൂട് പോലുള്ളൊരു 4 ലോലപ്പുരയുണ്ട്, 4 കാലോലപ്പുരയുണ്ട്. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. വീണ്ടും കാണാം ഒരു പുതിയ വീഡിയോയിൽ. ജയ് ഹിന്ദ്.